ഇൻ്റർനെറ്റിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ എന്നാൽ മനസ്സിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾക്കും അറിയാം. കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ചാനലിൻ്റെ അർണാബ് ഗോസ്വാമി വിക്കിപീഡിയയെ പറ്റി ഒരു ചർച്ച നടത്തി. അതിന് കാരണം വിക്കിപീഡിയയിൽ റിപ്പബ്ലിക് ചാനലിനെ പറ്റി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അത് മാറ്റാൻ റിപ്പബ്ലിക് ടീം പലതവണ ശ്രമിച്ചെങ്കിലും വിക്കിപീഡിയ മാറ്റാൻ തയ്യാറായില്ല. പ്രശ്നം ഇതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അർണാബ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്ത സംഭവം. അറസ്റ്റ് ചെയ്തത് ഈ വ്യൂവർഷിപ്പ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ആഴ്ച തോറും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ആരാണ് ടോപ്പ് വ്യൂവർ എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ടല്ലോ. ആ കമ്പനിയുമായിട്ട് വ്യൂവർഷിപ്പ് നിർണ്ണയിക്കുന്ന കമ്പനിക്ക് കൈക്കൂലി കൊടുത്തിട്ട് റിപ്പബ്ലിക്കിൻ്റെ റീച്ച് വർദ്ധിപ്പിച്ച് കാണിച്ച് നമ്പർ 1 ആയി എന്നുള്ളതാണ് ആരോപണം. അതിൻ്റെ പേരിലാണ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്തത്. ആ കേസ് അവസാനം സുപ്രീം കോടതി ക്വാഷ് ചെയ്ത് കളഞ്ഞു. അങ്ങനൊരു സംഭവമില്ല, അതുകൊണ്ട് ഇയാളുടെ അറസ്റ്റ് ആദ്യം ജാമ്യം കൊടുത്തു, പിന്നെ ആ കേസ് തന്നെ ക്വാഷ് ചെയ്തു. ഇതാണ് സംഭവം. അപ്പോൾ അർണാബ് ഗോസ്വാമി ഇങ്ങനെ മാനിപ്പുലേഷൻ നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് എന്നുള്ള വിവരം വിക്കിപീഡിയയിലുണ്ട്. അർണാബിൻ്റെ വാദം അതുണ്ട്, അതന്ന് സംഭവിച്ചിരുന്നു, നിങ്ങൾ എഴുതി സത്യമാണ്. പക്ഷേ അത് കഴിഞ്ഞുള്ളതും എഴുതണ്ടേ? ഈ കേസ് തള്ളിപ്പോയെന്നും നൗ ദെയർ ഈസ് നത്തിങ് എന്നും എഴുതണ്ടേ? അത് വിക്കിപീഡിയ എഴുതാൻ സമ്മതിക്കുന്നില്ല. നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത് എന്താ? വിക്കിപീഡിയ എഡിറ്റബിളാണ്, നമുക്ക് കയറി എഡിറ്റ് ചെയ്യാം. അങ്ങനെ അല്ല. വിക്കിപീഡിയയ്ക്ക് ലോകമെമ്പാടുമായിട്ട് 435 എഡിറ്റേഴ്സ് അഥവാ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ വിക്കിപീഡിയയിൽ വരുള്ളൂ. നിങ്ങൾ കയറി നിങ്ങൾ എഡിറ്റ് ചെയ്യും, അതവിടെ കിടക്കും, അതവർ അപ്രൂവ് ചെയ്യില്ല. അവരോട് ചോദിച്ചാൽ മറുപടി ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് മാറ്റാൻ സാധ്യമല്ല. അപ്പോഴാണ് വിക്കിപീഡിയ അർണബ് ഗോസ്വാമിയുടെ ആ ചർച്ചയിൽ നമ്മളുടെ ഓപ്പ് ഇന്ത്യ എന്ന വെബ് പോർട്ടൽ നടത്തുന്ന നൂപുർ ജയശർമ്മയും ഉണ്ടായിരുന്നു. അവർ വിക്കിപീഡിയയെ പറ്റി ഒരു ഡോസിയർ തന്നെ തയ്യാറാക്കിയവരാണ്. വിക്കിപീഡിയ നടത്തുന്ന കള്ളങ്ങളുടെ മുഴുവൻ ഒരു നാൾ വഴി ആ സ്ത്രീ എഴുതി തയ്യാറാക്കി. അവരൊരു ടീമുണ്ട്, അവർ എഴുതി തയ്യാറാക്കി. ഞാൻ കൗതുകത്തോടെ ഇത് ഞാൻ കണ്ടത് ട്വിറ്ററിലാണ്. ഏകദേശം 21 മിനിറ്റ് നീളമുള്ള അർണാബിൻ്റെ യൂഷ്വൽ സ്റ്റൈലിലുള്ള പ്രസംഗം. അപ്പോൾ സാധാരണ രീതിയിൽ ബഹളമല്ല, കാര്യം പറഞ്ഞങ്ങ് പോയി. കേന്ദ്ര സർക്കാർ ഓൾറെഡി വിക്കിപീഡിയയ്ക്ക് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. വിക്കിപീഡിയയിലെ പല കാര്യങ്ങളും കള്ളമാണ്. നമ്മളെല്ലാം ഒരു കാര്യം അന്വേഷിക്കാനായിട്ട് വിക്കിപീഡിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഞാനും ചെയ്യാറുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് സാധനം ഒരാളിനെ പറ്റി കുമാരനാശാൻ എന്ന് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ കുമാരനാശാനെ പറ്റിയുള്ള വിക്കിപീഡിയ പേജായിരിക്കും ആദ്യം വരുന്നത്. ആദ്യം വരുന്നതിൽ ക്ലിക്ക് ചെയ്യാൻ സാധാരണ മനുഷ്യനൊരു ടെൻഡൻസി ഉണ്ട്. അത് വിക്കിപീഡിയ ആയി കഴിയുമ്പോൾ ഉടനെ വിക്കിപീഡിയയിൽ കയറും. കുമാരനാശാൻ്റെ ജന്മദിനം, മരിച്ചുപോയ ദിവസം, ഇതൊക്കെ വിക്കിപീഡിയയിലുണ്ട്. ഇത് ശരിയാണോ എന്നെങ്ങനെ അറിയാം? ചില കാര്യങ്ങൾക്കായിട്ട് ജന്മദിനമോ മരിച്ച ദിവസമോ നമുക്കൊന്ന് മാറ്റി വെച്ചാൽ കൺവീനിയൻസ് ഉണ്ടാകും, ഇല്ലേ? കുമാരനാശാൻ്റെ മരണം അസ്വാഭാവികമായിരുന്നു എന്ന് ഇന്നും വിശ്വസിക്കുന്നവരുണ്ട്, തർക്കിക്കുന്നവരുണ്ട്. വലിയ പ്രഗത്ഭന്മാർ അതൊരു അട്ടിമറിയായിരുന്നെന്നും ദുരവസ്ഥ എഴുതിയ കുമാരനാശാൻ ദുരവസ്ഥയിൽ അതിനിശിതമായിട്ട് മലബാർ മാപ്പിളമാരെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് മാപ്പിളമാർ അദ്ദേഹത്തെ ബഹിഷ്കരിക്കണം, ആ പുസ്തകം പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് അന്ന് തിരുവിതാംകൂർ രാജാവ് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു. വലിയ ടെൻഷനായിരുന്നു. കുമാരനാശാൻ അത് പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഞാൻ എഴുതിയ വരികൾ
ഒരു 4 വരിയെങ്കിലും പറ്റില്ല. ഞാൻ എഴുതിയതാണ്. കുമാരനാശാൻ അവിടെ സന്ദർശിച്ച് എഴുതിയതാണ്. ഇപ്പോൾ കുറേ വർഷം കഴിയുന്നു. ആളുകൾ ഈ സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. കാലം കടന്നു പോവുകയല്ലേ. കുറച്ച് കാലം കഴിയുമ്പോൾ കുമാരനാശാൻ മരിച്ചത് പല്ലനയാറ്റിൽ റെഡീമർ ബോട്ട് മുങ്ങിയാണ്. കുമാരനാശാൻ്റെ മുങ്ങി മരണത്തിൻ്റെ വർഷം 1918 എന്നാക്കി മാറ്റുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? മാപ്പിള ലഹളയ്ക്ക് മുമ്പ് കുമാരനാശാൻ മരിച്ചു എന്ന് വരും. മാപ്പിള ലഹള ഉണ്ടാകുന്നതിന് മുമ്പ് മരിച്ചയാൾ ദുരവസ്ഥ എന്നൊരു പുസ്തകം എഴുതാൻ ഇല്ലല്ലോ, അങ്ങനെ എഴുതുകയില്ല. അപ്പോൾ ദുരവസ്ഥ കുമാരനാശാൻ്റെ അല്ല. ഇതിനെയാണ് നരേറ്റീവ് മാറ്റുക എന്ന് പറയുന്നത്. ഈ ജോലിയാണ് വിക്കിപീഡിയ ചെയ്യുന്നത്. നമുക്ക് അറിയാൻ പറ്റില്ല എപ്പോഴാണ് ഇവരിത് മാറ്റുന്നതെന്ന്. ഒരുപക്ഷെ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇത് മാറാതെ ഇങ്ങനെ കിടക്കും. ഇത് കഴിയുമ്പോൾ ഇത് മാറും. പുതിയ തലമുറ പുസ്തകമെടുത്ത് നോക്കാൻ പോകുന്നില്ല. കുമാരനാശാൻ ബോട്ട് മുങ്ങിയത് എന്നായിരുന്നു എന്ന് നോക്കാൻ പോകുന്നില്ല. അവർ ഗൂഗിളിൽ കയറിയാൽ വിക്കിപീഡിയ ആദ്യം വരും. വിക്കിപീഡിയയിൽ നോക്കിയിട്ട് അപ്പം ശരിയാണ്, ദുരവസ്ഥ എന്ന് പറഞ്ഞൊരു പുസ്തകം കുമാരനാശാൻ എഴുതിയില്ല, ആരോ പിന്നീട് എഴുതിയിട്ട് കുമാരനാശാൻ്റെ പേരിൽ പ്രചരിപ്പിച്ചതാണ്. കഴിഞ്ഞു ദുരവസ്ഥയുടെ കഥ. നിങ്ങൾക്ക് ചരിത്രം റദ്ദ് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട് എന്ന് ആരും അറിയുന്നില്ല. ഇതിൻ്റെ രസം, ഞാൻ ഈ കേന്ദ്ര സർക്കാർ വിക്കിപീഡിയയ്ക്ക് നോട്ടീസ് കൊടുത്തു എന്നുള്ളത് സെർച്ച് ചെയ്യാനായിട്ട് അർണബ് ഗോസ്വാമി ഡിബേറ്റ് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്നു. വരുന്നത് വേറൊരു വെബ്സൈറ്റാണ്. RAIR ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. ഇതൊരു അമേരിക്കൻ വെബ്സൈറ്റാണ്. അതിൽ അർണബ് ഗോസ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു. സന്തോഷം, ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതിയല്ല. ഇപ്പം ഞാൻ മൊബൈലിലാണ് ഇത് നോക്കുന്നത്. മൊബൈലിൽ ഈ ഡീറ്റെയിൽസ്, അർണബ് ഗോസ്വാമിയുടെ ആർഗ്യുമെൻറ്റ്സ്, ഇവർ പറഞ്ഞ നൂപുർ ജയശർമ്മ പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ അവരുടെ ആ വെബ്സൈറ്റിൻ്റെ സ്വന്തമായിട്ടുള്ള കമൻസ് ഒക്കെ ചേർത്തിട്ട് സാമാന്യം ദീർഘമായ ഒരു ലേഖനം, 2-3 പേജുള്ളത്. ഞാൻ എന്ത് ചെയ്തു, ആ ലേഖനത്തിൻ്റെ ലിങ്ക് എൻ്റെ ഇമെയിലിലേക്ക് ഇട്ടു. എന്നിട്ട് ഡെസ്ക്ടോപ്പിൽ ചെന്ന് ഇമെയിൽ തുറന്നു എടുക്കുക, ലേഖനത്തിൻ്റെ പ്രിൻ്റ് എടുക്കുക. ഇതാണ് എൻ്റെ ആവശ്യം. ഞാൻ ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദിസ് പേജ് ഈസ് നോട്ട് ദെയർ. ഇതാണ് വരുന്നത്. എൻ്റെ കയ്യിലുള്ള മൊബൈലിൽ ആ പേജ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. എൻ്റെ ഡെസ്ക്ടോപ്പിൽ ആ പേജ് ഇല്ല എന്ന് എഴുതി കാണിക്കുന്നു. എറർ, ദിസ് പേജ് ഈസ് നോട്ട് ഫൗണ്ട്. ഒരേ വെബ്സൈറ്റ്, RAIR എന്നുള്ള വെബ്സൈറ്റ്. സീ ദ പ്ലേ ഓഫ് ദിസ് തിങ്, വിക്കിപീഡിയയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള ലേഖനം എൻ്റെ മൊബൈലിൽ, അതെന്തോ മൊബൈലിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം, അതിൽ ഓപ്പൺ ചെയ്യുന്നു, ഇതിൽ കാണുന്നില്ല, പ്രിൻ്റ് എടുക്കാൻ സാധ്യമല്ല. പിന്നെ ഞാൻ ചെയ്തത്, എൻ്റെ മൊബൈലിലുള്ള ലേഖനം അത് ഒരു വേർഡ് ഫയലാക്കി മാറ്റി, ആ വേർഡ് ഫയൽ ഡെസ്ക്ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പ്രിൻ്റ് എടുത്തു. ആ പ്രിൻ്റ് എടുക്കാൻ നോക്കിയപ്പോഴും ഒരുപാട് തടസ്സങ്ങൾ വന്നു. ആദ്യം ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനൊരു ഫയൽ കാണുന്നില്ല, അറ്റാച്ച്മെൻറ്റ് ഈസ് ലോസ്റ്റ്, ദിസ് ഈസ് ഡേഞ്ചറസ് ടു ദിസ് ക്യാൻ ബി ഹാംഫുൾ ടു യുവർ കമ്പ്യൂട്ടർ. പല രീതിയിൽ ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് സാധാരണ ഒരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യുന്ന പോലെ അല്ല വേർഡ് ഫയൽ ഓപ്പൺ ചെയ്തത്. അത് ഹൊറിസോണ്ടലായിട്ട്, നമ്മൾ ഈ 2 വ്യൂ ഉണ്ടല്ലോ, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും എന്ന് പറയുമല്ലോ, അതിൽ ലാൻഡ്സ്കേപ്പ് വ്യൂവിലാണ് ഈ ലേഖനം ഡിസ്പ്ലേ ചെയ്തത്. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാനതിനെ പോർട്രേറ്റാക്കി പിന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത്, ചുരുക്കി പറഞ്ഞാൽ 3/4 മണിക്കൂർ നേരത്തെ അധ്വാനം വിക്കിപീഡിയയ്ക്കെതിരെയുള്ള ഒരു വെബ് പോർട്ടലിൻ്റെ റിപ്പോർട്ട്, അതും അമേരിക്കൻ വെബ് പോർട്ടൽ, ഇന്ത്യൻ അല്ല, അമേരിക്കൻ വെബ് പോർട്ടലിലെ വരെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഇറ്റ് ടുക്ക് മീ 45 minutes ടു ഡു ഓൾ ദ എക്സർസൈസ് ആൻഡ് ടേക്ക് എ പ്രിൻ്റ് ഔട്ട്. ഇത് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്കൊരു വാശിയായി, എങ്ങനെയും ഇതെടുത്തേ പറ്റുള്ളൂ. ഞാനത്ര സാങ്കേതിക വിദഗ്ധനൊന്നുമല്ല, എന്നാലും എങ്ങനെയൊക്കെ ഞാൻ തട്ടിക്കൂട്ടി. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന തലക്കെട്ട്, വിക്കിപീഡിയ എക്സ്പോസ്ഡ് ദ വേൾഡ്സ്
ഡിസിൻഫർമേഷൻ എൻജിൻ ആൻഡ് ഇന്ത്യാസ് അൺയീൽഡിങ് ബാറ്റിൽ ഫോർ ട്രൂത്ത്. ഇതാണ് ലോകത്തെ ഡിസിൻഫർമേഷൻ എൻജിനാണ് വിക്കിപീഡിയ. ഭാരതം അതിനെതിരെ അൺയീൽഡിങ് ബാറ്റിൽ, കീഴടങ്ങാതെ യുദ്ധം ചെയ്യുന്നു. ഇതാണ് അമേരിക്കക്കാർ കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈൻ. ആൻഡ് യു നോ വാട്ട് ഈസ് വിക്കിപീഡിയ? ഇവർ പറയുന്നു, ഇൻ ആൻ എക്സ്പ്ലോസീവ് സെഗ്മെൻറ്റ് ഓൺ റിപ്പബ്ലിക് TV, അർണാബ് ഗോസ്വാമി അൺമാസ്ക്ഡ് വിക്കിപീഡിയ ആസ് എ ഹൈലി കൺട്രോൾഡ് ideologically driven platform disguised as a neutral, free, editable resource. ന്യൂട്രലാണ്, ഫ്രീ ആണ്, എഡിറ്റബിൾ ആണ്. വിക്കിപീഡിയ ഇടയ്ക്കിടയ്ക്ക് തേണ്ടാറുണ്ട്. 10 രൂപ, 25 രൂപ, ഡൊണേറ്റ് എന്നൊക്കെ പറയും. നിങ്ങൾ വിക്കിപീഡിയ എടുത്തു കഴിഞ്ഞാൽ കാണാം, ഡൊണേറ്റ്, കാശ് കൊടു. കാശ് തന്നില്ലെങ്കിലും അവർ ഡിസ്പ്ലേ ഒക്കെ ചെയ്യും കേട്ടോ. നല്ല മനുഷ്യരാണ്. പൈസ തന്നില്ല എന്ന് ചോദിച്ചിട്ട് അവർക്ക് പരിഭവമൊന്നുമില്ല. അവർക്ക് ദാരിദ്ര്യമായതുകൊണ്ട് ചോദിക്കുന്നു, ചേട്ടാ 10 രൂപയെങ്കിൽ 10 രൂപ ഞങ്ങൾക്ക് താന്ന് പറയുന്നു. കാരണം എല്ലാവരും കൂടെ നടത്തുന്നതല്ലേ, ജനകീയമായിട്ട്. അപ്പം നമ്മളും നമുക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. നമ്മൾ എഡിറ്റ് ചെയ്യാനൊന്നുമല്ല, ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ കയറുന്നത്. ബട്ട് ഈ ഇൻഫർമേഷൻ കറക്റ്റാണെന്നുള്ളതിന് ഗ്യാരണ്ടി എന്താ? ഈ വിക്കിപീഡിയ ഈ കളികളെല്ലാം നടത്തുന്ന 435 എഡിറ്റർമാർ, അതിനകത്ത് 10 പേരാണ് ഇന്ത്യയിലുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നവർ. വിക്കിപീഡിയ രസകരമായൊരു സംഭവം നുപുർ ജെ ശർമ്മ അതിൽ പറയുന്നുണ്ട്. ഒരു ഇന്ത്യൻ മേജർ ജനറൽ, ആ മേജർ ജനറലിനെ പറ്റി ഒരു അപവാദം ഉണ്ടായി. അങ്ങനൊരു സംഭവം ഇല്ല എന്ന് മേജർ ജനറൽ ക്ലാരിഫൈ ചെയ്തു ട്വിറ്ററിൽ. എന്നിട്ട് ഇതേ മേജർ ജനറൽ ഈ വിക്കിപീഡിയയിൽ വന്ന വാർത്ത എഡിറ്റ് ചെയ്യാൻ നോക്കി. ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് വിക്കിപീഡിയ എഴുതിയിരിക്കുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് വെറും കേട്ടുകേൾവിയാണ്, ഞാനാണ് അതിനകത്ത് പ്രതി, ഞാൻ പറയുന്നു ഇങ്ങനൊരു സംഭവമില്ല. ഇത് സ്ത്രീ വിഷയമോ പ്രശ്നമോ ഒന്നുമല്ല കേട്ടോ, ഒരു ക്രിമിനൽ കേസോ അങ്ങനെ എന്തോ ആണ്. വിക്കിപീഡിയ ഇദ്ദേഹത്തിന് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾ എടുക്കില്ല. ഓർത്ത് നോക്കണം, സോഴ്സിലെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ എടുക്കില്ല. ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റഡ്. പിന്നെ എന്ത് ചെയ്യണം? സമ്മൺ എൽസ് ഹാസ് ടു സർട്ടിഫൈ ദാറ്റ്. എന്ന് വെച്ചാൽ ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ പോരാ, അത് മനോരമ പത്രമോ മാതൃഭൂമിയോ ദീപികയോ ആരെങ്കിലും പറയണം. അങ്ങനെയാണെങ്കിൽ വിക്കിപീഡിയ ആ വാർത്ത എടുത്ത് കൊടുക്കും. അപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ കാര്യം കൊടുക്കില്ല. മേജർ ജനറൽ എന്ത് ചെയ്തു? ഇത് ട്വീറ്റ് ചെയ്തു. എന്നെപ്പറ്റി പരത്തുന്ന അപഖ്യാതി തെറ്റാണ്, ഇതാണ് റിയൽ ഫാക്റ്റ് എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്തു. എന്നിട്ട് ആ ട്വിറ്ററിൻ്റെ ലിങ്ക് വിക്കിപീഡിയയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. വിക്കിപീഡിയ സമ്മതിച്ചില്ല. ആ ട്വിറ്റർ പറ്റില്ല, പബ്ലിക്കേഷൻ വേണം. മേജറിന് ഇങ്ങനൊരു കേസില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിക്കേഷൻ നടത്താൻ പറ്റുമോ? മേജർ തോറ്റ് പിൻവാങ്ങി. ഇപ്പോഴും മേജറിൻ്റെ പേരിൽ ഇങ്ങനൊരു കുറ്റമുണ്ട് എന്ന് വിക്കിപീഡിയയിൽ കിടക്കുന്നു. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, ഞാനോ നിങ്ങളോ നാളെ മരിച്ചു പോകുന്നു. നമ്മളുടെ ചരിത്രം വിക്കിപീഡിയയ്ക്ക് മാറ്റി എഴുതാൻ നമ്മളൊക്കെ ചെറിയ മനുഷ്യരാണ്. നമ്മളുടെ ചരിത്രം മാറ്റിയിട്ട് വിക്കിപീഡിയയ്ക്ക് എന്ത് വേണം? വിക്കിപീഡിയയ്ക്കൊന്നും വേണ്ട. പക്ഷേ നമ്മുടെ ചരിത്രം മാറ്റാൻ ആഗ്രഹമുള്ളവർ നമ്മളുടെ ശത്രുക്കളിലോ നമ്മുടെ കുടുംബത്തിലോ ഒക്കെ തന്നെ ഉണ്ടാവും. അവർക്ക് നമ്മുടെ ചരിത്രം മാറ്റാം. ഫോർ എക്സാമ്പിൾ, TG മോഹൻദാസ് എന്നൊരാൾ ജീവനോടെ ഉണ്ടായിരുന്നില്ല എന്ന് വിക്കിപീഡിയ നാളെ രേഖപ്പെടുത്തിയെന്ന് വരാം. ഞാൻ മരിച്ചു എന്ന് വിക്കിപീഡിയയ്ക്ക് ഉറപ്പാണ്. അത് കഴിഞ്ഞ് വിക്കിപീഡിയയിൽ എന്തും വരാം. ആർക്കും TG മോഹൻദാസ് എന്ന് ഇപ്പോൾ വിക്കിപീഡിയയിൽ പോയി ഇൻഫർമേഷൻ എടുത്തു, അയാൾ മഹാ തല്ലിപ്പുള്ളിയായിരുന്നു, വൃത്തികെട്ടവനായിരുന്നു, ഫൈൻ, കഴിഞ്ഞു. എൻ്റെ ചരിത്രം തന്നെ ഇല്ലാതെയാക്കുന്നു നിങ്ങളുടെയും. നിങ്ങളിൽ ആർക്കും, ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് സംഭവിക്കാം. നൗ ഹൂ ഈസ് ബിഹൈൻഡ് ദിസ്? വിക്കിപീഡിയ. വിക്കിപീഡിയ നടത്തിക്കൊണ്ട് പോകുന്നത് വിക്കിമീഡിയ എന്ന ഒരു ഗ്രൂപ്പാണ്. വിക്കിപീഡിയയുടെ co-founder ലാരി സാങ്കർ പ്രസംഗിക്കുന്നത്, ഹി ഹാസ് കാറ്റഗറിക്കലി സ്റ്റേറ്റഡ് ദാറ്റ് വിക്കിപീഡിയ ഹാസ് എ പ്രൊനൗൺസ്ഡ് ലെഫ്റ്റ് വിങ് ബയാസ്. ഇടതുപക്ഷത്തിൻ്റെ ശബ്ദമാണ്. ഇൻ സെവറൽ ഇൻ്റർവ്യൂസ് ആൻഡ് പബ്ലിക് ടോക്സ്, സാങ്കർ ഹാസ് സ്പോക്കൺ എക്സ്റ്റെൻസീവ്ലി അബൌട്ട് ഹൗ വിക്കിപീഡിയ സ്ക്യൂസ് ദ ബാലൻസ് ഓഫ് ഇൻഫർമേഷൻ. അവർ അട്ടിമറിക്കുന്നു
ബാലൻസ് ഇല്ലാതെയാക്കുന്നു. റിസൾട്ടിങ് ഇൻ ആൻ ഇനാക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിയാലിറ്റി ദാറ്റ് ഈസ് ഹെവിലി സ്ലാൻഡഡ് ടു ദ ലെഫ്റ്റ്. യാഥാർത്ഥ്യം ഒരല്പം ഇടത്തോട്ട് ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. അവർ ഡൊണാൾഡ് ട്രംപിനെ ഡീഹ്യൂമനൈസിംഗ് ആയിട്ട് സംസാരിക്കുന്ന ആൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപിനെ ഈ ഡീഹ്യൂമനൈസിംഗ് എന്ന് തീരുമാനിച്ചതാരാ? വിക്കിപീഡിയ അങ്ങ് തീരുമാനിച്ചു. നരേന്ദ്രമോദിയെ അതോറിറ്റേറിയൻ ട്രെൻഡുള്ള ആൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. കോൺട്രോവേഴ്സിയൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നെഴുതിയിരിക്കുന്നു. നൗ ഹൂ ഗേവ് ദം ദ പവർ ടു റൈറ്റ് ഓൾ ദീസ് തിങ്സ് ഇൻ ഇൻ്റർനെറ്റ്? ഈ പവർ കൊടുത്തത് ഗൂഗിൾ അടക്കമുള്ളവരാണ്. ഇവരുടെ ഫൈനാൻസേഴ്സ് ഗൂഗിളാണ്. അതുകൊണ്ടാണ് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വിക്കിപീഡിയ കയറി വരുന്നത്. മനസ്സിലായി? ഗൂഗിൾ, ആമസോൺ, ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ, റോത്സ്ചൈൽഡ് ഫൗണ്ടേഷൻ, ഇവരൊക്കെയാണ് ഈ വിക്കിപീഡിയ അഥവാ വിക്കിമീഡിയ, അവരുടെ മീഡിയ ഗ്രൂപ്പ്, ഇതിനെ സ്പോൺസർ ചെയ്യുന്നവർ. കാശില്ലാന്നറിയിക്കാനായിട്ട് ഡൊണേഷൻ ചേട്ടാ 10 രൂപ 25 രൂപ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ദേ ഹാവ് മില്യൺസ് ആൻഡ് മില്യൺസ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആളുകളുടെ ചരിത്രം മാറ്റാൻ, ഫാക്റ്റ് മാറ്റാൻ, ഇതെല്ലാം മാറ്റാൻ. ഞാനിപ്പോൾ ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കാം. രാമപ്രസാദ് ബിസ്മിലിനെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നു. ആ ഡേറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, എനിക്കും ഓർമ്മയില്ല, സത്യം പറയുന്നു. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നവർ പോലും കയ്യിൽ ഗൂഗിൾ എടുത്തിട്ട് നോക്കും രാമപ്രസാദ് ബിസ്മിൽ തൂക്കിക്കൊല്ലപ്പെട്ട ദിവസം. 1 വർഷവും 10 മാസവും 2 ദിവസവും ഒന്ന് മുന്നോട്ടോ പുറകോട്ടോ വിക്കിപീഡിയ ആക്കിക്കഴിഞ്ഞാൽ ആ ദിവസമാണ് നിങ്ങൾ വിശ്വസിക്കും. നിങ്ങളുടെ കൂട്ടുകാരനോട് തർക്കിക്കും. ഇത് വിക്കിപീഡിയയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കാണിക്കും. വിക്കിപീഡിയ നിങ്ങളുടെ കൂട്ടുകാരനേക്കാൾ നിങ്ങൾക്ക് വിശ്വാസമുള്ളതാണ്. ഇതാണ് വിക്കിപീഡിയ ചെയ്യുന്ന ജോലി. സമർത്ഥമായിട്ട് കള്ളം പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ, അത് കഴിഞ്ഞിട്ട് സത്യം കണ്ടാൽ പോലും നിങ്ങൾ വിശ്വസിക്കില്ല, ആ രീതിയിലേക്ക് കൊണ്ടുവരും. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ബി വെരി കെയർഫുൾ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇൻ്റർനെറ്റ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഗൂഗിൾ. ഈ വിക്കിപീഡിയ എന്ന് പറയുന്നത് സംശുദ്ധമായ കള്ളത്തരമാണെന്ന് അതിൻ്റെ ഫൗണ്ടറായ ലാരി സാങ്കർ, കള്ളത്തരം എന്നല്ല അദ്ദേഹം പറയുന്നത്, കൊണ്ടുവന്ന് ഇടതുപക്ഷം ചേർത്ത് നിർത്തും. എല്ലാ ചരിത്രവും ഭൂമിശാസ്ത്രവും മുഴുവൻ ഇടതുപക്ഷം ചേർത്ത് നിർത്തും. ഉദാഹരണമായിട്ട് രാമജന്മഭൂമി ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ട് സുപ്രീം കോടതി വിധിച്ച് എല്ലാ തെളിവും രേഖകളും സംഗതിയൊക്കെ നോക്കിയിട്ടാണല്ലോ വിധി. 1100 പേജുള്ള വിധിയാണ്. ഇങ്ങനെ വിധിച്ച് നിർമ്മിച്ച രാമക്ഷേത്രത്തെപ്പറ്റി ഇപ്പോഴും വിക്കിപീഡിയയിൽ കിടക്കുന്നത് ഹിന്ദുക്കളുടെ ഭാഗത്ത് തെളിവ് തീരെ കുറവാണ്, സ്കാർസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വളരെ കുറവ് തെളിവേ ഉള്ളൂ എന്ന് വിക്കിപീഡിയ എഴുതിയിരിക്കുന്നു. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് 1100 പേജുണ്ട്. ആരെടുത്ത് വായിക്കും? ആരെങ്കിലും വായിക്കുമോ? എത്ര പേര് നിങ്ങൾ വായിച്ചിട്ടുണ്ട്? സോ ജഡ്ജ്മെൻ്റ് എപ്പാർട്ട്, വിക്കിപീഡിയ ഈസ് പോപ്പുലറായി കഴിഞ്ഞു. വിക്കിപീഡിയയിൽ രാമജന്മഭൂമിയെപ്പറ്റി ഒരു 2 പേജേ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയൊക്കെ ലിങ്കാണല്ലോ അവർ കൊടുക്കുന്നത്. എല്ലാം പത്രവാർത്തയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ട് അവരങ്ങ് എഴുതി പോവുകയാണ്. ഇപ്പോൾ ഈ ഹിന്ദുക്കളുടെ ഭാഗത്ത് തെളിവ് തീരെ കുറവാണ്, സ്കാഴ്സ്. അപ്പോൾ ഒരു ഡിവോട്ട് ഹിന്ദു, നല്ല ഒന്നാം തരം RSSകാരനാണെന്ന് വെച്ചു, അയാൾ വാദിക്കുമ്പോഴും നമ്മുടെ ഭാഗത്ത് തെളിവൊക്കെ കുറവാണ്, പിന്നെ ബഹളമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ അങ്ങ് കിട്ടിയതാണ്. ഇങ്ങനെ ഒരു ഡിഫെൻസീവ് തോട്ട് മനസ്സിൽ കിടക്കും. ഇദ്ദേഹത്തിൻ്റെ മകന് പറഞ്ഞു കൊടുക്കുമ്പോൾ അച്ഛൻ എന്തായിരുന്നു അയോധ്യ എന്നൊക്കെ പറഞ്ഞ് വർഷം ഇങ്ങനെ പോയി. 40 വർഷം കഴിഞ്ഞാണ് അയോധ്യയിൽ അച്ഛനും മകനും കൂടെ കാണാനൊക്കെ പോകുന്നു. അച്ഛൻ മകനോട് പറയുന്നു, അത് പണ്ട് വലിയ ബഹളമൊക്കെ ആയിരുന്നപ്പോൾ എടാ വാസ്തവത്തിൽ രാമൻ ഇവിടെ ജനിച്ചു എന്നുള്ളതിന് വലിയ തെളിവൊന്നും നമ്മുടെ കയ്യിലില്ല. പിന്നെ അല്പം ബലമൊക്കെ പ്രയോഗിച്ച് നമ്മുടെ കാർന്നവന്മാർ അടികൂടി അങ്ങനെ ചെയ്തതാണിത് എന്ന് മകനെ പറഞ്ഞ് പഠിപ്പിക്കും. ബിക്കോസ് ഹീ ഈസ് ഡിപ്പെൻഡിങ് ഓൺ വിക്കിപീഡിയ. മകൻ അന്നത്തെ വിക്കിപീഡിയ വന്നു കഴിയുമ്പോൾ എവരി എവിഡൻസ് വാസ് അഗൻസ്റ്റ് ഹിന്ദുസ് എന്നായിരിക്കും അന്നത്തെ വിക്കിപീഡിയയിൽ. മകൻ നോക്കിക്കഴിയുമ്പോൾ ഇത് തന്നെ അച്ഛൻ പറഞ്ഞത്. അച്ഛനൊന്ന് ഭംഗി വരുത്തിയിട്ട് ഹിന്ദുക്കളുടെ ഭാഗത്ത് വലിയ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു.
ബട്ട് ഫാക്റ്റ് ഹിന്ദുക്കളുടെ ഭാഗത്ത് ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. പാവം മുസ്ലിങ്ങളുടെ പള്ളി പൊളിച്ചു കളഞ്ഞു. അപ്പോഴും അച്ഛനോ മകനോ 1100 പേജുള്ള അയോധ്യ വിധി സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് 5 ജഡ്ജിമാരെ യുണാനിമസ് ആയിട്ട് എഴുതിയ വിധി വായിച്ചു നോക്കാൻ പോകുന്നില്ല. യുവർ ഹിസ്റ്ററി ഈസ് ബീയിങ് ചേഞ്ച്ഡ്. ഞാനിത് പറഞ്ഞ് എനിക്കറിയില്ല, ഒരുപക്ഷെ ഇത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വിക്കിപീഡിയ ചിലപ്പോൾ, ഗൂഗിൾ ചിലപ്പോൾ ഈ വീഡിയോയുടെ റീച്ച് തന്നെ കുറച്ചു എന്ന് വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ നമ്മൾ പലരും വിചാരിക്കുന്നത് നമ്മൾ ഫോണിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അവർ ട്രാക്ക് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു തമാശയുണ്ടായിരുന്നു. ഈ അലക്സ എന്ന് പറഞ്ഞ് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു പെങ്കൊച്ചുണ്ടല്ലോ, സാങ്കല്പിക പെങ്കൊച്ച്. ഭർത്താവ് ഭാര്യയോട് പറയുന്നു, എടി ഇന്ന് ഞാൻ അലക്സയെ പറ്റിച്ചു, അവൾ കേൾക്കാതെ ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ചിരിച്ചു, ഭാര്യയും ചിരിച്ചു, തൊട്ടു പിന്നാലെ അലക്സയും ചിരിച്ചു. അലക്സയിൽ നിന്ന് നിങ്ങൾക്കൊന്നും ഒളിച്ചു വയ്ക്കാൻ സാധ്യമല്ല. ഞാൻ പറയുന്നത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.